ഫിഫ ലോകകപ്പ് അതിന്റെ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഒരു വശത്ത് ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ്, മറുവശത്ത് ലോകകപ്പിലെ വിസ്മയങ്ങളായ മൊറോക്കോ. 2022 ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിന്റെ തനിയാവർത്തനം പോലെ ഈ മത്സരം മാറുകയാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ഈ മത്സരം തീപാറും പോരാട്ടമായിരിക്കുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ആക്രമണ നിര ഫ്രാൻസിന്റേതാണ്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കിലിയൻ എംബാപ്പയുടെ തകർപ്പൻ ഫോമാണ് അവരുടെ കരുത്ത്. അദ്ദേഹത്തിന് പിന്തുണയുമായി മൈക്കൽ ഒലീസയും ഉസ്മാൻ ഡെമ്പലെയും ബ്രാഡ്ലി ബാർക്കോളയും കൂടി അണിനിരക്കുമ്പോൾ അവരുടെ ആക്രമണ നിര ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധം മികച്ചതാണ്. എന്നാൽ മൊറോക്കോയെ ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല. കാനഡയെ 3-0 തകർത്താണ് അവർ വരുന്നത്. അസദിൻ ഒനാഹിയുടെ മികച്ച പ്രകടനവും അവരുടെ ടീം കെമിസ്ട്രിയും ഏത് വമ്പൻ ടീമിനെയും വിറപ്പിക്കാൻ പോകുന്നതാണ്. എന്നാൽ ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നത് ഗോൾ കീപ്പർമാരുടെ പ്രകടനമാവും. മൊറോക്കോയുടെ ഗോൾ വല കാക്കുന്ന യസീൻ ബോണോ ലോകോത്തര സേവുകളിലൂടെ ശ്രദ്ധേയനാണ്. എതിരാളികളുടെ ഏത് ശക്തമായ ഷോട്ടുകളെയും തടയാൻ കഴിവുള്ള അദ്ദേഹം ഈ മത്സരത്തിൽ മൊറോക്കോയുടെ ഏറ്റവും വലിയ കരുത്തായിരിക്കും. ഈ ലോകകപ്പിൽ നിർണായകമായ പല നിമിഷങ്ങളിലും മൊറോക്കോയെ അദ്ദേഹം ഒറ്റക്ക് കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രീ ക്വാർട്ടറിൽ എതിരാളികളുടെ 1-to-1 അവസരങ്ങൾ തടയാൻ അദ്ദേഹം കാണിച്ച ആ ചടുലത ഏത് മുന്നേറ്റ നിരയും ഭയപ്പെടുത്തുന്നതാണ്. മറുവശത്ത് ഫ്രാൻസിന്റെ ഗോൾ കീപ്പറും വളരെ മികച്ച ഫോമിലാണ്. പ്രത്യാക്രമണങ്ങളിൽ മൊറോക്കോയുടെ മുന്നേറ്റങ്ങളെ തടയാൻ ഫ്രഞ്ച് ഗോൾ കീപ്പർ നടത്തുന്ന ഓരോ സേവുകളും ഈ ക്വാർട്ടർ ഫൈനലിൽ നിർണായകമായിരിക്കും. ഈ ടൂർണമെന്റിൽ ഫ്രാൻസിനെതിരെ ഗോൾ അടിക്കാൻ പല വമ്പൻ ടീമുകളും പാടുപെടുന്നതിന് പിന്നിൽ മേഗ്നന്റെ കൈകളാണ്. കോർണർ കിക്കുകളിലും ലോങ് റേഞ്ച് ഷോട്ടുകളിലും അദ്ദേഹം കാണിക്കുന്ന കൃത്യത ഫ്രാൻസിന്റെ പ്രതിരോധത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇവരിൽ ആര് മികച്ചു നിൽക്കുന്നുവോ അവർക്കായിരിക്കും സെമി ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാവുക. ഈ രണ്ട് ഗോൾ കീപ്പർമാരും അവരുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലാണെന്നത് ഈ ക്വാർട്ടർ ഫൈനലിനെ കൂടുതൽ കടുപ്പമുള്ളതാക്കുന്നു. എംബാപ്പയുടെയും ബാർക്കോളയുടെയും ഷോട്ടുകൾ ബോണോ തടുക്കുമോ, അതോ മൊറോക്കോയുടെ പ്രത്യാക്രമണങ്ങളെ മേഗ്നൻ നിഷ്പ്രഭമാക്കുമോ? ഈ ഗോൾ കീപ്പർ യുദ്ധം തന്നെയാണ് ഈ മത്സരത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. 2022 സെമിയിൽ 2-0 ഫ്രാൻസ് ജയിച്ചപ്പോൾ മൊറോക്കോയുടെ സ്വപ്നം അവസാനിച്ചിരുന്നു. എന്നാൽ ഇത്തവണ കഥ മാറുമോ? ഫ്രാൻസിനെതിരെ മൊറോക്കോ ഇറങ്ങുന്നത് പ്രതികാരത്തിനുള്ള വീര്യവുമായിട്ടാണ്. ആഫ്രിക്കൻ കരുത്തിന്റെ അവസാന വാക്കായ മൊറോക്കോ ഫ്രാൻസിനെ അട്ടിമറിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.